കേരളത്തിന്റെ സ്പോൺസർമാരെക്കുറിച്ച് സർക്കാരിന്റെ ഒളിച്ചുകളി തുടരുന്നു. സ്പോൺസർഷിപ്പ് കമ്മിറ്റിയുടെ കൺവീനറായിരുന്ന ലോട്ടറി ഡയറക്ടർ അബ്രഹാം റിന്നിനും സ്പോൺസർമാരെക്കുറിച്ച് അറിയില്ല എന്ന വിവരാവകാശ മറുപടി. ലോട്ടറി ഡയറക്ടറുടെ ഓഫീസിൽ നിന്നും വിവരം ലഭിക്കുമെന്നായിരുന്നു നേരത്തെ ടൂറിസം ഡയറക്ടർ പറഞ്ഞത്. കേരളീയത്തിന്റെ സ്പോൺസർമാരെക്കുറിച്ചുള്ള വിവരാവകാശ ചോദ്യത്തിന് മറുപടി പറയാതെ സർക്കാർ വകുപ്പുകൾ തട്ടിക്കളിക്കുകയാണ്. ഒരു വകുപ്പിൽ നിന്ന് മറ്റൊരു വകുപ്പിലേക്ക് മറുപടിക്കായി അലയുകയാണ് വിവരാവകാശ അപേക്ഷകർ. സ്പോൺസർമാരുടെ വിവരം സ്പോൺസർഷിപ്പ് കമ്മിറ്റി കൺവീനർ കൂടിയായ ലോട്ടറി ഡയറക്ടറുടെ ഓഫീസിൽ നിന്ന് ലഭിക്കുമെന്നായിരുന്നു ടൂറിസം ഡയറക്ടറുടെ മറുപടി. ഇപ്പോൾ സ്പോൺസർഷിപ്പ് കമ്മിറ്റി കൺവീനറും കൈമലർത്തി. അപേക്ഷ PRDക്ക് കൈമാറിയാണ് ലോട്ടറി ഡയറക്ടർ തടി തപ്പിയത്. 27 കോടി രൂപയാണ് കേരളീയത്തിന്റെ നടത്തിപ്പിനായി സർക്കാർ ഖജനാവിൽ നിന്ന് അനുവദിച്ചത്. ബാക്കി സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തുകയായിരുന്നു. ഇത് എത്ര തുകയാണ് എന്നോ ആരാണ് സ്പോൺസർമാർ എന്നോ ഇതുവരെ സർക്കാർ വെളിപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്പോൺസർഷിപ്പും ചെലവുകളും സംബന്ധിച്ച ദുരൂഹത വർദ്ധിക്കുകയാണ്. കേരളീയത്തിന്റെ ജനറൽ കൺവീനറായിരുന്ന ചീഫ് സെക്രട്ടറിയും സാംസ്കാരികം, വ്യവസായം, ധനം, GST കമ്മീഷണറേറ്റ് വകുപ്പുകളും വിവരാവകാശ അപേക്ഷയ്ക്ക് ഇതുവരെ മറുപടി നൽകാൻ തയ്യാറായിട്ടില്ല. ന്യൂസ് 18 തിരുവനന്തപുരം.